ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വള്ളുവന്ന മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു ഹെയർ കളറിങ് വീഡിയോ ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരു ഹെയർ കളറിങ് മിക്സാണിത്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുരിങ്ങയില മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതിൻ്റെ നീര് നന്നായി പ്രസ് ചെയ്യും. മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബീട്രൂട്ട്, നല്ലൊരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതും മിക്സിയിൽ തന്നെ വെള്ളമില്ലാതെ തന്നെ അരച്ചെടുത്ത് ഇതുപോലെ തന്നെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ മുരിങ്ങയിലയുടെയും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ മിക്സ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹെന്ന പൗഡറാണ് വേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് ഹെന്ന പൗഡർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 3 ഡ്രോപ്സ് നാരങ്ങ നീര് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒരുപാട് ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മുടിക്ക് അത്ര നല്ലതല്ല, ഹാംഫുള്ളാണ്. പിന്നെ എഗ്ഗ് നല്ലൊരു കണ്ടീഷണറാണ്, മുടിക്ക് നല്ല ഷൈനിങ് ഒക്കെ കിട്ടും. അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ബീട്രൂട്ടിൻ്റെയും മുരിങ്ങയിലയുടെയും ആ ഒരു ജ്യൂസ്, ഈ ജ്യൂസ് ഇതിലേക്ക് ആവശ്യാനുസരണം നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്നതോടെ നമുക്ക് കാണേണ്ട ഇപ്പോൾ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ട് നല്ലൊരു റെഡിഷ് കളർ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഒരു ഓവർനൈറ്റ് വെക്കണം. ഒരു രാത്രി ഫുള്ള് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇത് ഒരു 2 മണിക്കൂറെങ്കിലും മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ട് കഴുകുകയും പിന്നെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയുകയും ചെയ്യാം. നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും, മുടിക്ക് നല്ലൊരു കളർ തന്നെ ഉണ്ടാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞങ്ങളെ അറിയിക്കണം. ഇതുവരെ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കണം. ബൈ.